പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപാകെയായിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പല വിഷയങ്ങളോടനുബന്ധിച്ച് പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേകരുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം എന്നതുപോലെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ച അനേക ആത്മീക മൂല്യങ്ങളോടനുബന്ധിച്ച് ദൈവം മുൻപാകെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വലിയ പ്രയാസങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളെ നാം തരണം ചെയ്യേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, അതിൻ്റെ കാരണം എന്താണ്? പലപ്പോഴും പലർക്കും ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രയാസം എൻ്റെ ജീവിതത്തിൽ നേരിടുന്നത്? നാം ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ ദൈവവചനത്തിൽ യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ വിവിധ പരീക്ഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിവിധങ്ങളായ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, വിവിധങ്ങളായിരിക്കുന്ന അപമാനങ്ങൾ, ലജ്ജിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, വിവിധങ്ങളായിരിക്കുന്ന പല പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പല തരത്തിലാണ് പ്രതികൂലങ്ങൾ. ചിലവരുടെ ജീവിതത്തിൽ അവരെക്കുറിച്ച് നുണ പറഞ്ഞുണ്ടാക്കുന്ന ജീവിതങ്ങൾ, അതല്ലെങ്കിൽ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർ, അതല്ല എങ്കിൽ പലവിധ ക്ലേശങ്ങൾ മാനസികമായും ശാരീരികമായിട്ടുമാണല്ലോ പിശാച് ഏറ്റവും കൂടുതൽ ജനത്തെ പീഡിപ്പിക്കുന്നത്, മാനസികമായി, ശാരീരികമായി, വികാരപരമായിട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നാം നടക്കുമ്പോൾ നമ്മെ മാനസികമായി പീഡിപ്പിക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ പദ്ധതി ഉള്ളപ്പോൾ തന്നെ നാം ആത്മീകമായിരിക്കും മൂല്യങ്ങളിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ, അതല്ല എങ്കിൽ നാം നമ്മുടെ ധാർമ്മികമായിരിക്കുന്ന ദൈവവചനപ്രകാരം ധാർമ്മികമായിരിക്കുന്ന മനോഭാവങ്ങൾക്ക്, എത്തിക്കൽ ആറ്റിറ്റ്യൂഡിന്, നാം എന്താ പറയുക, അതുപോലെ സ്പിരിച്വൽ വാല്യൂസിന് നമ്മുടെ ജീവിതത്തിൽ നാം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് ആ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നാം ജീവിക്കുന്നുവെങ്കിൽ, അതിലേക്ക് നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒരു ആത്മീകമായിരിക്കുന്നതായ മെച്യൂരിറ്റി, ആത്മീകമായിരിക്കുന്ന പക്വതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുവാൻ ഇടയെത്തിരിക്കുകയും ചെയ്യും. അതുപോലെ ഈ ആത്മീക പക്വതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ തക്കവണ്ണം അനവധിതമായ പരീക്ഷകളിലൂടെ നാം കടന്നു പോകുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ എൻഡ്യൂറൻസ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. പലപ്പോഴും നമ്മുടെ കടന്നു പോകുമ്പോൾ, പരീക്ഷകളിൽ കൂടി കടന്നു പോകുമ്പോൾ നാം വളരെയധികം എന്താ പറയുക പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നത് നമ്മുടെ എൻഡ്യൂറൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് സഹനശീലം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുന്ന അനേക കാര്യങ്ങൾ. ഒരു കൊച്ചു മുള്ള് നമ്മുടെ കാലിൽ കൊള്ളുന്നതും അല്ലെങ്കിൽ ഒരു വലിയ മുറിവ് ഏൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ആ കൊച്ചുമുള്ള, ആദ്യമായി ഏൽക്കുന്ന കൊച്ചുമുള്ള വളരെ വേദനാജനകമായി ആരംഭത്തിൽ തോന്നിയാൽ, എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അനേകം മുറിവുകളുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് ആ കൊച്ചു മുള്ള് ഒരു വലിയ വേദനാജനകമായി ഒരിക്കലും അനുഭവപ്പെടാറില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങൾ അത് നമ്മെ ഒരിക്കലും തകർത്ത് കളയുവാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആത്മീകമായ ഒരു പക്വതയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ആകുന്നു എന്ന് അറിയണം. അതുമാത്രമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ അനവിധ പരിശോധനകൾ, അല്ലെങ്കിൽ അനവിധമായ പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ വാരിയെറിയുന്ന ഒരു ചെളി, അത് നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുവാനല്ല, മറിച്ച് അത് കഴുകിക്കളയുവാൻ നമുക്ക് കഴിയും. ആ ചെളി ഒരാൾ വാരിയെറിഞ്ഞാൽ, ഒരു എറിയുന്ന കല്ല്, ആ കല്ല് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി പതിഞ്ഞിരിക്കുവാനല്ല, അതിനെ തട്ടിക്കളയുവാൻ നമുക്ക് കഴിയും. അതുപോലെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളതാണ്. അതെന്തിനാണ് സ്ഥിരത? അത് വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ നാം ആടിയുലയുന്ന മനസ്സിനെ മാറ്റി, ആടിയുലയുന്ന നമ്മുടെ വിശ്വാസത്തെ മാറ്റുവാൻ, പലപ്പോഴും നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുവാൻ സാധിക്കാത്തത്. മറിച്ച് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, നമ്മുടെ പരിതസ്ഥിതികളെ നോക്കി നാം ആടി ഉലയാതെ നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം
ആത്മീകമായ മൂല്യങ്ങൾക്ക് നാം കേന്ദ്രീകരിച്ചുകൊണ്ട്, ആത്മീയ മൂല്യങ്ങൾ അല്ലെങ്കിൽ വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആധാർമികമായിരിക്കുന്നതായ ദൈവത്തിൻ്റെ എത്തിക്കലായിരിക്കുന്നതായ ആധാർമികമായിരിക്കുന്നതായ ആ മനോഭാവങ്ങൾക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുകയും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തിന് ഹിതമായത്, ദൈവത്തിന് വളരെ പ്രസാദകരമായ ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ആ ദൈവിക പദ്ധതിയിൽ നാം ആയിത്തീരുവാൻ, ദൈവിക ഉദ്ദേശത്തിൽ നാം ആയിത്തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം വർദ്ധിക്കുവാൻ, നമുക്ക് സാഹചര്യം നോക്കുമ്പോൾ സന്തോഷിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടും ഒരുപക്ഷെ വളരെ അധികമായിരിക്കുന്നതായ തീയമ്പുകളുണ്ടായിരിക്കാം. കാരണം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ വിശ്വാസത്തിൽ പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തണമെങ്കിൽ നമ്മുടെ ആടിയുലയുന്ന വിശ്വാസം കൊണ്ട് തീയമ്പുകൾ കെട്ടുപോകുകയില്ല. നമ്മുടെ വിശ്വാസം ഒരു വലിയ ഉറപ്പുള്ളതല്ല എങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട്, ആ പരിചയ്ക്കൊരു ശക്തിയില്ല എങ്കിൽ ആ തീയമ്പിനെ തടുക്കുവാൻ സാധിക്കില്ല പിശാചിൻ്റെ. പക്ഷെ ഉറപ്പുള്ളതെങ്കിൽ, നല്ല ദൃഢമായതെങ്കിൽ, നമ്മുടെ വിശ്വാസം ദൃഢതയുള്ളതെങ്കിൽ പിശാചിൻ്റെ തീയമ്പുകളെ നമുക്ക് തകർത്ത് കളയുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ തീയമ്പുകൾ അത് കെട്ടുപോകുവാൻ, അല്ലെങ്കിൽ അത് നശിച്ചു പോകുവാൻ, പിശാച് ചെയ്യുന്ന തീയമ്പുകൾ കെട്ടുപോകാൻ. തീയമ്പുകൾ എന്താണ്? പലർക്കും പലതരത്തിലുള്ള തീയമ്പുകളായിരിക്കാം. ഒരു പക്ഷേ നമ്മെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന നുണയായിരിക്കാം, ഒരു പക്ഷേ അപവാദമായിരിക്കാം, ഒരു പക്ഷേ ഉപദ്രവമായിരിക്കാം, ഒരു പക്ഷേ അത് വളരെ പീഡനങ്ങളായിരിക്കാം, ഒരു പക്ഷേ പല തരത്തിലുള്ള വിഷയങ്ങളായിരിക്കാം, ഒരു പക്ഷേ ദാരിദ്ര്യമായിരിക്കാം, ഭക്ഷണമില്ലാതെ ഒരു വലിയ ക്ഷാമം ജീവിതത്തിൽ വരുന്നത്, ഒരു പക്ഷേ ചിലരുടെ മരണത്തോടനുബന്ധിച്ചുള്ള ദുഃഖകരമായ അവസ്ഥകളായിരിക്കാം, പല തരത്തിലുള്ളതായിരിക്കാം തീയമ്പുകൾ. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേർപാടിൻ്റെ ദുഃഖങ്ങൾ, പല തരത്തിലായിരിക്കാം തീയമ്പുകളെ ചിന്തിക്കുകയാണെങ്കിൽ അന്ധകാരം തെടുത്തുവിടുന്ന തീയമ്പുകൾ, അത് ഏതെല്ലാം വിധത്തിലാണ് നമുക്കറിയില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ കണ്ട 10 മരണമായിരുന്നു, വേർപാട്, അതുപോലെ എല്ലാം നശിച്ചു പോയതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്ന തീയമ്പ് എന്ന് പറയുന്നത് ആ മനുഷ്യൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അതുപോലെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ, ദൈവഭയമുള്ളവനായിരുന്നു, ആ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, നേരോടെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, നേരുള്ളവനായിരുന്നു, സത്യമുള്ളവനായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഭവിച്ചത് ഒരിക്കലും തൻ്റെ തെറ്റുകൊണ്ടല്ല ഭവിച്ചത്. തൻ്റെ കൂട്ടുകാർ തന്നെ അപവാദം പറഞ്ഞത് തൻ്റെ തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന, ഒരു ടെസ്റ്റ് പിശാച് എന്ന് ചോദിക്കുമ്പോൾ ദൈവം അനുവദിച്ചു വന്ന ചില ടെസ്റ്റുകൾ. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലായിരിക്കാം പരിശോധനകൾ വരുന്നത്. ഒരുപക്ഷേ പലരും ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ പാപം കൊണ്ടാണോ എനിക്കിത് സംഭവിച്ചത്? പാപം കൊണ്ട് മാത്രമല്ല, മറിച്ച് കാരണം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപം കൊണ്ടല്ലാതെ സംഭവിച്ചത്, മറിച്ച് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരു വലിയ സാക്ഷ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ പല വിധത്തിലായിരിക്കാം നമ്മുടെ ടെസ്റ്റുകൾ വരുന്നത്. ഓരോ ടെസ്റ്റിലും നാം എങ്ങനെയാണ് പാസ്സാകുന്നത്, അതാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ടെസ്റ്റുകളെ നാം എങ്ങനെയാണ് അതിജീവിക്കുന്നത്. നാം ഒരു വെള്ളത്തിൽ, വലിയ ഒഴുക്കുള്ള വെള്ളത്തിൽ വീണുപോയി, ആ വെള്ളത്തിൽ ഒഴുക്കിനോട് ചേർന്ന് ഒഴുകി മരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ഒഴുക്കിനെതിരായി നീന്തുവാൻ തക്കവണ്ണം, അതിനെതിരായി അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നാം ജയാളികളായി പുറത്തു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വലിയ കൊടും കാറ്റിൽ നാം അകപ്പെട്ടു പോയി, ആ കൊടും കാറ്റിൽ നാം കാറ്റിനോട് ചേർന്ന് പറന്നു പോകുവാനല്ല, മറിച്ച് ആ കൊടും കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് നാം ഉറച്ചു നിൽക്കുവാനാണ്. നമ്മുടെ വചനത്തിൽ വേരൂന്നിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാൻ, ആടി ഉലഞ്ഞ് മറിഞ്ഞു വീഴുവാനല്ല, മറിച്ച് ഉറച്ചു നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പരിശോധന എത്ര ആഴമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. മാർത്തയും മറിയും യേശുവിൻ്റെ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. ആ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ യേശു പറയുന്നത് കേൾക്കുന്നത് 2 പേരുണ്ട്. ഒന്ന് ജോലി ചെയ്തുകൊണ്ട് വചനം കേൾക്കുന്ന മാർത്തയായിരിക്കാം, അല്ലെങ്കിൽ യേശുവിൻ്റെ കാൽ കീഴിരുന്ന് വചനം കേൾക്കുന്ന മറിയ. മാർത്ത പറഞ്ഞ പരാതികൾ, മറിയക്കെതിരായി പറയുന്ന പരാതികൾ, മറിയക്കെതിരായി പറയുന്ന സംസാരങ്ങൾക്ക് മറുപടി യേശുവാണ് കൊടുക്കുന്നത്. മാർത്ത പറയുന്ന പരാതികൾക്ക് മറുപടി കൊടുക്കുന്നതായി വചനം പറയുന്നില്ല, മറിച്ച് മാർത്ത
മാർത്ത എന്തെല്ലാമാണ് മറിയക്കെതിരായി യേശുവിനോട് സംസാരിച്ചത്, അതിനെല്ലാം മറുപടി യേശു പറഞ്ഞത് ഒറ്റ വാക്കിലായിരുന്നു, മറിയയോ ഉത്തമമായത് തിരഞ്ഞെടുത്തു. നീ പലതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നു, പലതിനെക്കുറിച്ച് ആവലാതികൾ പറയുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മുടെ ചുറ്റും അനേകർ വേവലാതിപ്പെടുന്നവർ, പരാതിപ്പെടുന്നവർ, ഒരുപക്ഷെ നമുക്ക് ചുറ്റും പരാതിയുടെ ശരമായിരിക്കാം വരുന്നത്, ഒരുപക്ഷെ വേവലാതികളുടെ ശരമായിരിക്കാം വരുന്നത്, ഒരുപക്ഷെ വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന അനേകരുടെ ധാർഷ്ട്യ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ ധാർഷ്ട്യമായിരിക്കുന്ന പീഡിപ്പിക്കുന്ന പ്രവൃത്തികളായിരിക്കാം, പല തരത്തിലായിരിക്കാം. പക്ഷേ നാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് വചനത്തിൽ വേരൂന്നിക്കൊണ്ട്. വചനമുണ്ടെങ്കിലാണ് യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ച ശേഷമാണ് പരീക്ഷകൻ യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ആ പരീക്ഷകൻ വരുമ്പോൾ, പിശാച് വരുമ്പോൾ യേശു പിശാചിനെ ജയിച്ചത് വചനം കൊണ്ടായിരുന്നു. വചനം എന്ന ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനത്തെ നാം എടുക്കുന്നുവെങ്കിൽ ഈ വചനത്താൽ വിടുവിക്കപ്പെടുവാൻ കഴിയാത്തതായ ഒരു വിഷയവുമില്ല. വചനം നാം എടുത്താൽ വചനത്താൽ നാം വിടുവിക്കപ്പെടുവാൻ ഇടയെത്തീരും. നാം അധൈര്യപ്പെട്ടു പോകുവാനല്ല, നമ്മുടെ സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ. അതുകൊണ്ടാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം ഗിദെയോനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, പരാക്രമശാലിയെ ഞാൻ നിന്നോടുകൂടിയുണ്ട്. അവൻ പരാക്രമശാലി ആയിട്ടല്ല, പുറത്തവൻ ഭയപ്പെടുന്നവരായിരുന്നു. അവൻ ഭയപ്പെട്ടുകൊണ്ടാണ് ആ ഗോതമ്പ് പാറ്റുന്ന അവസ്ഥയിൽ, അവൻ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് സംസാരിക്കുന്ന ഒരു കാര്യം, പരാക്രമശാലി. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മെ ഭയപ്പെടുത്തുന്നതായിരിക്കാം, നമ്മെ ഭീതിപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ഭീതിപ്പെട്ടു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് ദൈവം നമ്മെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ദൈവത്തിൽ സ്പിരിച്വൽ വാല്യൂസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, ദൈവവചനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നു. മറിയ ആ സ്പിരിച്വൽ വാല്യൂസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡ് ആ എത്തിക്കൽ ആറ്റിറ്റ്യൂഡിലായതുകൊണ്ടാണ് ദൈവം അവൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നാമല്ല, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവത്തിന് അവസരം കൊടുക്കുന്നുവെങ്കിൽ നാം തന്നെ സംസാരിക്കാതെ, അതുകൊണ്ടാണല്ലോ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ചെങ്കടലിൻ്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ്. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉറച്ചു നിൽക്കുവാനാണ് പറഞ്ഞത്. ഉറച്ചു നിന്ന് ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉറച്ചു നിൽക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്കെല്ലാം അറിയാമല്ലോ. അവിടെ പറയുന്ന ഭാഗമുണ്ട്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ല, നമ്മൾ പെർഫെക്റ്റ് ആകുവാൻ, സമ്പൂർണ്ണരാകുവാൻ, അല്ലെങ്കിൽ തികഞ്ഞവരാകുവാൻ, സമ്പൂർണ്ണതയിലേക്ക് പോകുവാൻ തക്കവണ്ണം സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് വചനത്തിൽ വേരൂന്നുമ്പോഴാണ്. എത്ര നമ്മുടെ വേര് വചനത്തിൽ ഊന്നപ്പെടുന്നുവോ അത്രയും നമ്മുടെ സ്ഥിരത വർദ്ധിച്ചുകൊണ്ടിരിക്കും. വചനം എത്രത്തോളം നമ്മളെ അറിവല്ല, വചനത്തിൻ്റെ നോളേജ് അല്ല, മറിച്ച് വചനം നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് എത്ര സ്ട്രോങ് ആയി തീരുവാനിടയിൽ തീരും. അതുകൊണ്ട് നാം ഉലയാതിരിക്കുവാൻ തക്കവണ്ണം വചനത്തിൽ വേരൂന്നുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ വചനത്തിൽ വേരൂന്നി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയെ തീരും. അങ്ങനെയെങ്കിൽ നാം സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നുവാൻ തക്കവണ്ണം ഇടയെ തീരണം. നാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിനെ കുറിച്ചെല്ലാം നാം വായിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയുവാൻ സാധിക്കുമല്ലോ. ആ ദേശത്ത് ഊസ് എന്ന പേരുള്ള ദേശത്ത് ആ പുരുഷൻ, ഇയ്യോബ് എന്നുള്ള പുരുഷൻ, അവന് എങ്ങനെയുള്ളവനായിരുന്നു? അവനെക്കുറിച്ച് ദൈവം പറയുന്ന ആദ്യത്തെ കാര്യം അവൻ നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, എനിക്ക് നൽകിയ ദൈവ സഭ, എനിക്ക് ദൈവം നൽകുന്ന ആത്മാക്കൾ, അവർ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കരായിരിക്കണം, അതുപോലെ നേരുള്ളവരായിരിക്കണം, അതുപോലെ ദൈവഭക്തിയുള്ളവരായിരിക്കണം, ദോഷം വിട്ട് അകലുന്നവരായിരിക്കണം. 4 കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും നാം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നിഷ്കളങ്കതയോടെ, നേരുള്ളവരായി, ദൈവഭക്തിയോടെ,
ദോഷം വിട്ടകലുന്നവരായി ഇരിപ്പാൻ തക്കവണ്ണം. ഇതാരുടെ സാക്ഷ്യമാണ്? ദൈവത്തിൻ്റെ സാക്ഷ്യം, ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. നാം നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെക്കാൾ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഇയ്യോബ്. എന്നാൽ ദൈവം ആ മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യുന്ന, ആ മനുഷ്യനിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ഭരമേൽപ്പിക്കുവാൻ അവൻ യോഗ്യനെന്ന് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നവൻ ആ ദേശത്ത് ഏറ്റവും ധനാഢ്യനായ, വളരെ സമ്പന്നനായ, അല്ലെങ്കിൽ വളരെ വിദ്യാസമ്പന്നനായ, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ ചെറുതല്ല, വലിയ നഷ്ടങ്ങൾ എന്ന് നമുക്കറിയാം. കാരണം അവന് 7 പുത്രിമാരും അതുപോലെ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവർ 7 പുത്രന്മാരും 3 പുത്രിമാരും ഒരു ദിവസം തന്നെ മരിച്ചു പോകുവാനിടയെ തീർന്നു. അവന് 7000 ആടുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 7000 ആട് നോക്കുന്നവരോടൊപ്പം തന്നെ അത് നശിച്ചു പോയി. ഒരുത്തൻ മാത്രം ശേഷിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ 3000 ഒട്ടകമുണ്ടായിരുന്നു. 3000 ഒട്ടകം ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം നശിച്ചു പോകുന്നത്. അതുപോലെ 500 കാളയുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ 500 പെൺ കഴുതയും മൃഗസമ്പത്ത് ഉണ്ടായിരുന്ന, ഏറ്റവും വളരെ ദാസജനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ സകല പൂർവ്വദേശത്തിലും വെച്ച് അവൻ മഹാനായിരുന്നു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഈ ധനാഢ്യവും അതുപോലെ അവൻ്റെ ജീവിതത്തിൽ പുത്രസമ്പത്ത് അല്ലെങ്കിൽ പുത്രിസമ്പത്ത് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിച്ചപ്പോഴും അവൻ എപ്പോഴും നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകലുന്നവനായി, അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ ഭക്തിയെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ ലോക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടുന്നത് നാം യോദ്ധാക്കളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ തലയിലുള്ള ശിരസ്ത്രം, രക്ഷയുടെ ശിരസ്ത്രം, നമ്മുടെ തല കൊണ്ട് ഒരു പാപം ചെയ്യാതെ, ചിന്ത കൊണ്ട് പാപം ചെയ്യാതെ വേണം ശിരസ്ത്രം ധരിച്ചുകൊണ്ട്, അതുപോലെ ധാർമ്മികതയുടെ ധാർമ്മികത നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ ധാർമ്മികതയുണ്ട്. നമുക്ക് നൽകി ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ മാറ്റമാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടു. അതുപോലെ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ പദവി നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, അതിന് കഴിവുകൾ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാൻ തക്കവണ്ണം, അതായത് പിശാചിൻ്റെ തന്ത്രമുണ്ട്, ആ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് നമുക്ക് സർവായുധം ധരിക്കണം. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്നങ്ങളോടോ വാഴ്ചകളോടോ അധികാരങ്ങളോടോ അല്ല, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടുമല്ല, അതുപോലെ സ്വർലോകങ്ങളിലുള്ള ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് യുദ്ധമുള്ളത്. ആ ദുഷ്ടാത്മസേന സ്വർലോകങ്ങളിലുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു വാഴ്ചകളോടും അധികാരങ്ങളോടും നമുക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് പോരാട്ടമുള്ളത് വാഴ്ചകളോടാണ്. അതുപോലെ നമുക്ക് പോരാട്ടമുള്ളത് അധികാരങ്ങളോടാണ്. അതുപോലെ ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടാണ്. അതുപോലെ നമുക്കുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ് നമുക്ക് മല്ലയുദ്ധമുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്, ദുർദിവസം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വരാം, ഏത് വ്യക്തിക്കും എന്തും സംഭവിക്കാം, എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയിലും ഉറച്ചു കഴിയേണ്ടത് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ദൈവം പറയുന്നു നമുക്ക് ദുർദിവസം വരികയില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു ദിവസം ദുർദിവസം വന്നിരിക്കാം. എന്നാൽ അതിനെ എതിർക്കുവാൻ തക്കവണ്ണം സകലവും ദുർദിവസം സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ സർവായുധവർഗം നാം എപ്പോഴും എടുക്കണം. ആ സമയത്തല്ല, മറിച്ച് എപ്പോഴും അത് ധരിച്ചുകൊണ്ട് നിൽക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ അരയ്ക്ക് സത്യം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സത്യമാണ്. അങ്ങനെയെങ്കിൽ സത്യം ധരിക്കുവാൻ, യേശുവിനെ ധരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ നീതി എന്ന കവചം, നീതി നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താലാണ്. ആ രക്തത്താൽ ആ കവചം, രക്തത്തിൻ്റെ കവചം നമ്മെ ചുറ്റിയിരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരു ഒരുക്കം, അല്ലേ, അത് കാലിനെ ചെരിപ്പാക്കി ഇടുവാൻ തക്കവണ്ണം, അത് ചെരിപ്പാക്കിക്കൊണ്ട് എല്ലാറ്റിനുമീതെ ആ ചെരിപ്പ് എന്ന് പറയുന്ന സമാധാന സുവിശേഷം, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം, നമുക്ക് ക്രിസ്തുയേശു സമാധാന പ്രഭുവാണ്. യെശയ്യാ പ്രവചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ സമാധാന പ്രഭുവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. അങ്ങനെയല്ല, സമാധാന പ്രഭു നമുക്ക് നൽകിയിരിക്കുന്ന സമാധാന, ദിവ്യ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം. ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അതുപോലെ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അർപ്പിക്കുകയത്രേ വേണ്ടുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ നിലവുകളെയും ഹൃദയങ്ങളെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ ഇടയെത്തീരും. അതുപോലെ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ പിശാചിനെ നമ്മുടെ കാൽ കീഴാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ കാലിന് ചെരിപ്പാക്കി സമാധാന സുവിശേഷം, കാലിനെ ചെരിപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാനുള്ള, അത് കെടുത്തിക്കളയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുവാനാണ് ദൈവം പറയുന്നത്. നാം കിടക്കുവാനല്ല, ഇരിക്കുവാനും മറിച്ച് നിൽക്കുവാൻ, ആ വിശ്വാസം എന്ന പരിച ഏറ്റുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവാൻ തക്കവണ്ണം, ആത്മാവിൻ്റെ വാള് കയ്യിലേക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവവചന പ്രകാരമായിരിക്കുവാൻ തക്കവണ്ണം, ദൈവവചനപ്രകാരം നാം മുന്നോട്ട് പോകും. സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ആത്മാർത്ഥതയോടെ ദൈവം ഏൽപ്പിച്ചത് പരിശുദ്ധാത്മ പറയുന്ന അതേ അളവിൽ അതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവവചനം നമ്മോട് പറയുന്നത്, ഈ സർവായുധ വർഗത്തിൽ സകല പ്രാർത്ഥനയാലും യാചനയാലും, നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം സകല പ്രാർത്ഥനയും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ നാം പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട്, ഒരാത്മാവിൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ജാഗരിക്കുന്ന, അതുപോലെ സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൂർണ്ണ സ്ഥിരത ഉള്ളവരായിരിക്കാൻ തക്കവണ്ണം, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാൻ തക്കവണ്ണം. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയാണ് ഒരു അവസാന ആത്മാവിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സർവായുധവർഗത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കാൻ തക്കവണ്ണം. നാം സ്ഥിരതയുള്ളവരായി, പ്രതിസന്ധികൾ പലതും ആനടിക്കാം, എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, മനസ്സിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, പൂർണ്ണ സമാധാനം നാം കൈവരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്ന സ്ഥാനാധിപതികളായി സേവിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ തക്കവണ്ണം, നാം നമ്മുടെ വായെ തുറക്കുവാൻ തക്കവണ്ണം, നാം ദൈവവചനം ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം, ആ വചനം നാം അനേകരോട് പറയുവാൻ തക്കവണ്ണം, അതുപോലെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സംസാരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ വചനം വെളിപ്പെടുന്നു, പ്രാഗൽഭ്യത്തോടെ വചനം പറയുവാൻ സാധിക്കുന്നു. അതുപോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നാം ജീവിക്കുന്ന വചനമാണല്ലോ നാം പറയേണ്ടുന്നത്. നമ്മുടെ നോളേജ് ഒരിക്കലും നമ്മെ സ്ഥിരപ്പെടുത്തുകയില്ല, മറിച്ച് നമ്മുടെ അറിവുകൾ, നമ്മുടെ വചനത്തിലുള്ള അറിവുകളല്ല, മറിച്ച് ആ വചനപ്രകാരം നാം ജീവിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആ വചനപ്രകാരം ജീവിക്കുവാൻ നാം മുന്തിരിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയെത്തീരും. നാം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ സകലത്തിലും ദൈവികമായ മർമ്മങ്ങളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയെത്തീരും. അതുപോലെ നാം ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനേക വചനഭാഗങ്ങൾ, പല പ്രതിസന്ധികളുള്ളവർ പല പ്രാർത്ഥന വിഷയങ്ങളുമായി പല ആവശ്യങ്ങളോടനുബന്ധിച്ച് വിളിക്കുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തീകരിക്കാൻ പറയുന്ന പല വചനഭാഗങ്ങളുണ്ട്. എന്നെ ശക്തീകരിച്ച വചനഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുവാറുണ്ട്. അതിൻ്റെ 41-ാം അധ്യായം യെശയ്യാ പുസ്തകം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വളരെ വളരെ ശ്രേഷ്ഠകരമായ വചനമാണ്
ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല, അനാഥരായി വിടാതെ ലോക അവസാനത്തോട് നമ്മോട് കൂടി ഇരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടി ഉണ്ട്. അതുപോലെ ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവം പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഭ്രമിച്ചു നോക്കട്ടെ. എന്തുകൊണ്ടാണ് ഭ്രമിച്ചു നോക്കേണ്ടത് എന്ന് പറയുന്നത്? അത് അങ്ങനെയെങ്കിൽ ഭ്രമിച്ചു നോക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മെ ഭ്രമപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ഭ്രമം തരുന്ന വിഷയങ്ങൾ വരുമ്പോൾ ദൈവം പറയുന്നു, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല എന്നുള്ള ഉറപ്പിലാണ് ഭ്രമിച്ചു നോക്കണ്ട എന്ന് ദൈവം പറയുന്നത്. കാരണം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, വേദനയുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവം പറയുകയാണ്, ആ സാഹചര്യത്തിൽ ഭ്രമിച്ചു നോക്കപ്പെടുന്ന സാഹചര്യം, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്ന സാഹചര്യത്തിൽ ദൈവം പറയും, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെട്ട് ചോർന്നു പോകുന്ന അവസ്ഥകൾ സംഭവിക്കാമെന്നല്ല, സാഹചര്യത്തെ ശക്തീകരിക്കുന്ന ദൈവമായി, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമെന്ന് ദൈവം പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സഹായം വേണം. ആ സമയത്ത് ഒരു മാനുഷിക സഹായം കൊണ്ട് നമുക്ക് നിലനിൽപ്പാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ദൈവമല്ലാതെ മറ്റാരും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങൾ പല വിധത്തിലായിരിക്കാം വരുന്നത്. ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം, വേർപാടിൻ്റെ അവസ്ഥകളായിരിക്കാം, ദുഃഖത്തിൻ്റെ അവസ്ഥകളായിരിക്കാം, കൊടുങ്കാറ്റിൻ്റെ അവസ്ഥകളായിരിക്കാം, നമ്മളെ പരിഭ്രമിപ്പിക്കുന്ന പല അവസ്ഥകളായിരിക്കും. പക്ഷെ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ദൈവം പറയും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമുക്കൊരു താങ്ങൽ ആവശ്യം, ഒരു മനുഷ്യനായുള്ള താങ്ങലല്ല, അത് ഒരു താൽക്കാലികമാണ്. പക്ഷെ നമ്മെ എത്രത്തോളം ഒരു മനുഷ്യൻ താങ്ങുവാൻ സാധിക്കും? ആ വ്യക്തിക്ക് കിടന്നുറങ്ങേണ്ടുന്ന സമയമുണ്ട്. ആ വ്യക്തിക്ക് സ്വയമായി മറ്റൊരു വ്യക്തിയുടെ താങ്ങൽ ആവശ്യമുള്ള സമയം വരും. എന്നാൽ നമ്മെ താങ്ങേണ്ടുന്ന ദൈവമാണ്. നമ്മെ ഏത് സാഹചര്യത്തിൽ നമ്മെ താങ്ങുവാൻ തക്കവണ്ണം ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ദൈവത്തോട് നമുക്ക് പറയാം, ദൈവമേ എന്നെ താങ്ങണമേ. അതുപോലെ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കോപിച്ചിരിക്കുന്നവർ, അതുപോലെ ദൈവവചനപ്രകാരം നാം ജീവിക്കുമ്പോൾ അതുപോലെ നമ്മോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകുന്ന ഒരു പ്രവൃത്തി ദൈവം പറയുന്നു. ജനത്തെ അമ്പരിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ദൈവം ചെയ്യുന്ന ദൈവം. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. ആരെങ്കിലും വിവാദിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ വിവാദിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവം. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും. നോക്കൂ, നമ്മോട് പോരാടുന്നവരെ നാം അന്വേഷിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ എല്ലാവരും എന്തായിത്തീരും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചെയ്യുന്നവർ നസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നാസ്തിത്വവും അതുപോലെ ഇല്ലായ്മയും പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം. നമ്മുടെ വലങ്കൈ പിടിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പുഴുവായ യാക്കോബിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യമുണ്ട്. നമ്മെ പേര് മാറ്റി വിളിക്കുന്ന ദൈവം. യാക്കോബിനെ ദൈവം പേര് മാറ്റി ഇസ്രായേൽ എന്ന് വിളിക്കുവാനിടയെത്തുന്നു. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. റൂത്തിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ റൂത്തിൻ്റെ പുസ്തകത്തെ റൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം റൂത്തിനെ പരിശുദ്ധാത്മാവ് നയിച്ചു കൊണ്ടുപോയ ബോവസിൻ്റെ വയലുണ്ട്. റൂത്ത് സ്വയമായി പോയതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് അവളെ നയിച്ചുകൊണ്ട്, അവൾ ദൈവത്തെ ആശ്രയിച്ചതുകൊണ്ട്, അവൾ വിധവയായിരുന്നു, ദൈവത്തിൽ അവൾ ആശ്രയിച്ചു. ഒരു യൗവനക്കാരിയായ വിധവ ദൈവത്തെ ആശ്രയിച്ചു. അവളെ ദൈവം നയിച്ചുകൊണ്ട് ബോവസിൻ്റെ വയലിൽ കൊണ്ടുപോകാൻ ഇടയെത്തുന്നു. ദൈവം ബോവസിനെ കൊണ്ട് അവളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. നമ്മെ വീണ്ടെടുക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ സർവശക്തനായ ദൈവമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളെയും നയിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനായ ദൈവം തന്നെയാണ്. ദൈവം പറയുന്നു, ഇത് ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും, അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി
തീർക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്തുകൊണ്ടാണ് വന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടം എന്തുകൊണ്ടാണ്, ക്ലേശം എന്തുകൊണ്ടാണ് നാം അനവിധമായ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നത്. ദൈവം പറയും, ഞാൻ നിന്നെ പുതിയതാക്കി തീർക്കുവാൻ തക്കവണ്ണം. നീ പഴയൊരു വ്യക്തിയായിരുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയതായി സകലം തീരുന്ന, ക്രിസ്തുവിൽ പുതുക്കപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ ആ മൂല്യങ്ങൾ ജീവിതത്തിൽ പുതുക്കി അതുപോലെ പുതിയതും മൂർച്ചയുള്ളതുമായ പല്ലേറിയതും അതുപോലെ ആയ മെതിവണ്ടിയാക്കി തീർക്കുവാൻ നീ പർവ്വതങ്ങളെ എന്തിനാണ് പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം. അങ്ങനെ ചെയ്യുമെന്ന് ദൈവം പറയാം. അങ്ങനെ ചെയ്യുവാനാണ് ദൈവം നമ്മെ പലവിധ പ്രതിസന്ധിയിലൂടെ കടത്തിക്കൊണ്ടു പോയത്. കാരണം വലിയ പർവ്വതങ്ങളുണ്ട്, അതിനെ മെതിച്ച് പൊടിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ശക്തി വേണം. നാം പുതുതായി തീരണം, നാം പുതിയ മൂർച്ചയുള്ളതായി തീരണം, അനേക പല്ലുള്ളതായി തീരണം. അതുപോലെ കുന്നുകളെ പതിർ പോലെ ആക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരണം. ആ ശക്തി ഇല്ലായെങ്കിൽ നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ നാം അനേക കഷ്ടത്തിലൂടെ ക്ലേശത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നീ അവയെ പാറ്റുമെന്ന് ദൈവം പറയുന്നു. കാറ്റുപോലെ പറപ്പിച്ച് കളയും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ച് കളയും. നീയോ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. നാം ദൈവത്തെ പുകഴുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അതുറബ സത്തുറാനക രഗതകല ജീതര രഗതകല. നാം അവയെ കുന്നുകളെയും പർവ്വതങ്ങളെയും പാറ്റിക്കളയുന്ന, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ പാറ്റിക്കളയുന്ന കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ച് കളയുന്ന അവസ്ഥ നാം കാണുവാൻ. എന്നാൽ നാം യഹോവയിൽ സന്തോഷിച്ച് ഘോഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പുകഴുവാൻ തക്കവണ്ണം എളിവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞ് നടക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരും ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ, ദൈവം പറയുകയാണ്, യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല എന്ന് ദൈവം പറയുന്നു. കഷ്ടതയിലിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷാമം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ വരണ്ടു പോകുന്ന അവസ്ഥ, നമ്മുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്ന അവസ്ഥ, ഏത് അവസ്ഥയിലാണ്, ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വെള്ളം തിരഞ്ഞ് ഒട്ടും കിട്ടാതിരിക്കുന്ന അവസ്ഥ പോലെ നാം പലതിനെ തിരിയുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ ഒരു നീഡിലേക്ക് നാം കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. അവസ്ഥയെ ദൈവം പറയുന്നു, ഞാൻ അവർക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അതുപോലെ ദൈവം പറയുന്നു, ഞാൻ പാഴ്മലകളിൽ നദികളെയും, ദൈവം പാഴ്മലകളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. ദൈവം തുറക്കുന്ന വഴികൾ നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്ത വഴിയാണ്. പാഴ്മലകളാണ്, അവിടെ നദികൾ ഒരിക്കലും സാധ്യതയില്ല. കാരണം പാഴായി കിടക്കുന്ന മലകളാണ്, അത് കുന്നുകളാണ്, അവിടെ എങ്ങനെ നദികൾ കയറിപ്പോകും? എന്നാൽ അവിടെ നദികളെയും താഴ്വരകളാണ്, താഴ്വരയുടെ നടുവിൽ ഉറവുകൾ എങ്ങനെ തുറക്കും? പക്ഷെ ദൈവം പറയുന്നു, ഞാനത് തുറക്കുന്ന ദൈവമാണ്. ഞാൻ മരുഭൂമിയെ ഞാൻ പൊയ്കയും, മരുഭൂമിയിൽ ഒരിക്കലും സാധ്യതയില്ല, നീർപ്പൊയ്ക എവിടെ നിന്ന് വരും? പക്ഷെ ദൈവം പറയുന്നു, മരുഭൂമിയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ദൈവം നീർപ്പൊയ്കയാക്കി തീർക്കും. വരണ്ട നിലത്തെ ദൈവം നീരുറവുകളും ആക്കി തീർക്കുകയും ചെയ്യും. വരണ്ട നിലമാണ്, വരണ്ട അവസ്ഥയാണ്, അത് നീരുറാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ദൈവം പറയുന്നു മരുഭൂമിയിൽ ദേവദാരു എന്ന്, മരുഭൂമിയിൽ ഒരു വൃക്ഷം സാധ്യതയില്ലെന്ന് ദൈവം പറയുന്നു. മരുഭൂമിയിൽ ദേവദാരുവും അതുപോലെ ഖദിര വൃക്ഷവും, ഖദിരമരം, അതുപോലെ കൊഴുന്ത്, നല്ല മണമുള്ള കൊഴുന്ത്, അതുപോലെ ഒലിവ് വൃക്ഷം എന്നിവ ദൈവം നടുന്ന ദൈവം. ഞാൻ നിർജ്ജന പ്രദേശത്ത്, ദൈവം പറയുകയാണ്, നിർജ്ജന പ്രദേശത്ത് സരള വൃക്ഷവും അതുപോലെ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യമാണ് പൈൻ മരവും അതുപോലെ പുന്നയും വെച്ച് പിടിപ്പിക്കും. ഇത് ആരാണ് ചെയ്യുന്നത്? ദൈവമാണ് വെച്ച് പിടിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നാം ചിന്തിക്കും, ദൈവമേ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവമാണ് അത് വെച്ച് പിടിപ്പിക്കുന്ന ദൈവം. അതുപോലെ ദൈവം പറയുന്നു, യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ കരം ഇത് ചെയ്തു, ദൈവത്തിൻ്റെ കരമാണിത് പ്രവർത്തിച്ചത്. അതുപോലെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്, അവൻ്റെ കൈയാണ് അത് ചെയ്തു
ചെയ്ത് അതുപോലെ അവനാണ് സൃഷ്ടിച്ചതെന്ന് അവരെല്ലാം കണ്ട് അറിഞ്ഞ് ജനം കണ്ട് അത് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് ദൈവകരം അത് ചെയ്യുമെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുപോലെ ദൈവം പറയുന്നു, നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിൻ എന്ന് യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവൻ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ചു അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നവയെന്ന് അവൻ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാൻ ഉള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക കാര്യങ്ങൾ നമ്മോട് ഓരോ ദിവസം പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അനേക കാര്യങ്ങൾ, മുന്നിലേക്കുള്ള കാര്യങ്ങൾ നമ്മെ കേൾപ്പിക്കുന്ന ദൈവം, സംഭവിപ്പാനുള്ളത് എല്ലാം അറിയിക്കുന്നത് ദൈവം. അറിയിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ സകലതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഓറിബ സത്തുറാനക രഗതകല ജനപര രഗതകല ഓറിബന രഗതകല സന്തുറാനക രഗതകല. ദൈവം നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഓർപ്പിക്കുകയാണ്. അതുപോലെ ദൈവം വന്നിരിക്കുന്നത് ഓറിബ സത്തുറാനക രഗതകല ജനരഗതകല റിബന രഗതകല ഓറബന രഗതകല റീബാന ഹത്തന രഗതകല ജനബല രഗതകല ഓറിബന രഗതകല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തതയോട് സംസാരിക്കുന്ന കാര്യമുണ്ട്. ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവം പറയുകയാണ്, ദൈവം എഴുന്നേൽപ്പിച്ചു കഴിയുമ്പോൾ അവൻ്റെ സ്ഥിതി മാറും. അവൻ വന്നിരിക്കുന്നു, സൂര്യ ഉദയത്തിങ്കൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തെ നാമത്തെ നാം ആരാധിക്കുവാനാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നുവോ, അവൻ വന്ന് ചെളിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതൽ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രസ്താവിപ്പാനോ കാണിപ്പാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരും ഇല്ല. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ അവൻ വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു വേഗത്തിൽ വരികയാണ്. നമ്മെ ദൈവം ഒരു സുവാർത്ത ദൂതനായി നമ്മെ വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ആടി ഉലഞ്ഞ് ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ സന്തോഷം, ആനന്ദം മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് നാം ഉറപ്പും ധൈര്യത്തോടും കൂടി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനത്തോട് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ദൈവത്തിന് വേണ്ടി ഏറിയ പങ്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനമുള്ള പാത്രങ്ങളായി നാം തീരുവാൻ, ദൈവത്തിന് ഉപയോഗമുള്ള പാത്രങ്ങളായി നാം തീരുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ളവരായി നാം തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ നാം ശ്രദ്ധയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചനകൾ നാം തീർത്തും അനുസരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള നമ്മുടെ ഓരോ ചുവടുകളും വയ്ക്കുവാൻ തക്കവണ്ണം നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എഫെസ്യർ ലേഖനത്തിൽ നാം കാണുമ്പോൾ നമുക്കതിൻ്റെ എല്ലാം സുപരിചിതമായ വേദഭാഗങ്ങളാണെങ്കിലും ഞാൻ ആ വേദഭാഗം പറയുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് നാം കയറുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു ഭാഗമുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആ ശക്തിയാൽ, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനായി നമുക്ക് സമർപ്പിക്കാം. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തംപരമായി ദൈവത്തിന് കഴിയുവാൻ ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം ആടിയുലഞ്ഞ് തകർന്നു പോകരുത്. മറിച്ച് ഉറപ്പും ധൈര്യത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ മോൾഡ് ചെയ്യുവാൻ, നമ്മെ തയ്യാർ ചെയ്യുവാൻ ആഗ്രഹിക്കും. നമ്മുടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അമരപരഹത്തനാരകതകല പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്തുകൊണ്ട് പ്രതിസന്ധി, എന്തുകൊണ്ട് കർത്താവേ ഈ ക്ലേശമെന്ന് ചിന്തിക്കുന്നവരുടെ മധ്യത്തിൽ, എന്തുകൊണ്ട് പ്രയാസമെന്ന് ചിന്തിക്കുന്നവരുടെ മധ്യത്തിൽ, റിസീവ് ഇൻ ജീസസ് നെയിം. റീബസത്തുറാനകരകതകല കർത്താവെ, പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൽ അവരെ സഹായിക്കണം, ബലപ്പെടുത്തണം. പ്രതിസന്ധിയുടെ മധ്യത്തിൽ തകരാതെ ഉറപ്പും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി മുൻപോട്ട് കർത്താവെ ഓരോ സ്റ്റെപ്പും വെപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.